Yes, good morning. Shakira. Advait Sudhir. Advait. Advait Sudhir. Yes, അല്ല ആളുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണ്. യെസ്. മൈക്ക് കൊടുക്കാമോ സുധീരെ? യെസ് സർ. ആ, പേര് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ആൺകുട്ടിയായിരിക്കും. കാരണം പേരെന്താണ്? എന്റെ പേര് ശ്രുതി. ശ്രുതി. യെസ്, ഓക്കെ 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 ഓക്കെ. നമുക്ക് കുറച്ചു ഇംഗ്ലീഷിൽ സംസാരിച്ചാലോ ശ്രുതി? അറിയില്ല എനിക്ക്. അത് കുഴപ്പമില്ല, അറിയാവുന്ന പോലെ പറഞ്ഞോ. ഓക്കെ. അപ്പൊ ശ്രുതി, how are you? Fine. Very good, very good. Where are you from? I am from Malappad. Malappad, in Thrissur district. Yeah. Yes, very good, very good, very good. Malappad is a place of a famous poet. Am I right? നല്ലൊരു കവിയില്ലേ, മരിച്ചുപോയി. മലപ്പാട് പൊക്കം കുറഞ്ഞൊരാള്. അവരുടെ വീടിന്റെ അടുത്ത് തന്നെ എഴുത്തുകാരനല്ലേ? Yes, okay, 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 okay. Yes, very good, very good.
അപ്പൊ സുധി എന്താ വേറെ വല്ലതും പഠിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ ഹൗസ് വൈഫാണ്. പഠിക്കുന്നില്ല. ഹൗസ് വൈഫാണ്. ഹൗസ് Very good. വൈഫാണ്. 2 Very മക്കളും. good. Yes. Okay. Yes. Then let me ask you one question. What is your ambition in your life? What do you want to become? എന്താണ് ജീവിതത്തിൽ ഒരു ആഗ്രഹമേ ബാലൻസ് ഉള്ളത്, അല്ലെങ്കിൽ എന്തായി തീരണമെന്നാണ് ഒരു ആഗ്രഹമുള്ളത്? അങ്ങനെ വലിയ ആഗ്രഹമില്ല. അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. Yes, very good. Yes. Have you the habit of reading books? ഇല്ല. No. പിള്ളേരെ പഠിപ്പിക്കും. പിള്ളേരെ പഠിപ്പിക്കും. Okay. Very good. So, in which standard your children are studying? ഒരാള് 9th, ഒരാള് 6th. Very good. Yes. Abba Sudhi, what is your favorite food? Favorite food biryani. So, which type of biryani you like? Chicken biryani. Chicken biryani. Do you know how to cook chicken biryani? No. No. And you don't know how to cook chicken biryani, but you like chicken biryani. Yes. Yes. Very good. Yes. Have you any siblings? Yes. For you, I have one sister, one brother. One brother. Yes. Okay. So there is summer season, winter season. Which is your favorite season? Winter season. Winter season. Okay. Suppose that you are getting 2 days leave. 2 ദിവസം നിങ്ങൾക്ക് ലീവ് കിട്ടിയെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. കേരളത്തില് വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ? ഇഷ്ടമുള്ള അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഏതാണ്? വാട്ട് ഈസ് യുവർ ഫേവറേറ്റ്? അച്ഛൻ്റെ അമ്മയുടെ പോകും. അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോകും. Yes, I will go to mother's and father's house. Where is it? Where is the place? അവര് ചെറായിലാണ്. ചെറായി. Yes. അത് അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് പോണത് വിട്. ഒരു പ്ലേസ് പറയുകയാണെങ്കിൽ എവിടെ പറയും? ഇതുവരെ അങ്ങനെ പോയിട്ടില്ല, അത് കാരണം അറിഞ്ഞൂടാ. യെസ്. അപ്പോ ഇതുവരെ തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു സ്ഥലമാണ് അതിരപ്പള്ളി, വാഴച്ചാല്. Okay. Yes. Then next question. What is your ambition about your children? മക്കളെ കുറിച്ചുള്ള ആഗ്രഹം എന്താണ്? അല്ലെങ്കിൽ അവരെ ആരാകണമെന്നൊരു ആഗ്രഹം? നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ, അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ടല്ലോ. ഓക്കെ. അങ്ങനെ എന്തെങ്കിലും അവർ പറഞ്ഞാലും മതി. നമ്മൾ ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടി പറഞ്ഞതാണ്. യെസ്. ചിലപ്പോൾ തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറ്റാണ്ട് പോയ ചില കാര്യങ്ങളില്ല. അത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ മക്കളെ കൊണ്ടൊന്ന് സാധിപ്പിക്കണം, നമ്മൾ ചിന്തിക്കും. നടക്കാതിരിക്കുകയും ചെയ്യട്ടെ. യെസ്, അതുകൂടി ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ആ ചോദിച്ചത്. ഓക്കെ. ഒരാള് സ്പോർട്സിലാണ് പറയുന്നത്. യെസ്, ഒരാൾ സ്പോർട്സിലാണ്. പിന്നെ ഒരാള് പറയുന്നത് ഏവിയേഷന്റെ കോഴ്സാണ് പറയുന്നത്. ഏവിയേഷൻ. Very good. Then have you the habit of watching serial? Watching serial? No. You have no habit of watching serial? No. Yes. Okay. Then what is your favorite show? You see different programs in TV. What is your favorite show in TV? Not watching TV. Not watching. Not watching. Yes. Okay. Yes.
When did you get up today in the morning? Morning. When did you get up today in the morning? Morning. I'm making breakfast. Okay. Yes. And dancing. No? Then dancing. Dancing? It's classical dancer. Oh, very good. Yes. English ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഓക്കെ ഇത് അബദ്ധമായി പോയി എന്നുള്ള തോന്നുന്നു. ഇല്ലില്ല, എനിക്ക് ഇങ്ങനെ കിട്ടാറില്ല ഇങ്ങനെ സംസാരിക്കാനായിട്ട് മാഷിനായിട്ട്. ഓക്കെ. ഞാൻ രണ്ടാമത്തെ ദിവസമാണോണ്ട് കേറുന്നേ, ക്ലാസ് തുടങ്ങിയിട്ട്. ഓക്കെ. ഇതിനു മുമ്പുണ്ടായിരുന്ന പല ആളുകളും വരുമ്പോ അവരിങ്ങനെ ഞങ്ങളിങ്ങനെ ആൾക്കാർ കുറവാണെങ്കിൽ ഞങ്ങൾ സംസാരിക്കുള്ളൂ. യെസ്. അപ്പൊ ഞാൻ ക്ലാസ് തുടങ്ങിയ ടൈമിലൊക്കെ ഗൾഫിലായിരുന്നു. 2 മാസം. ഇപ്പൊ ജൂണിലാണ് ഞാൻ വന്നത്. അപ്പോ ഹസ്ബൻഡിന്റെ ഡ്യൂട്ടി ടൈം ഒക്കെ ആയിട്ടാണ് ഞങ്ങള് റൊട്ടീൻ പോണത്. അപ്പൊ ക്ലാസ്സിൽ കേറാൻ പറ്റാറില്ല. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, സുദീപ് എപ്പോഴാണ് രാവിലെ എഴുന്നേറ്റത്? ഇന്ന് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത്. 7 മണി. മക്കൾക്ക് ക്ലാസ് ഇല്ലാത്ത കാരണം 7 മണി, അല്ലെങ്കിൽ നേരത്തെ. I got up at 7 o'clock in the morning. Get up in the bus and I got up at 7 o'clock in the morning. Okay, very good. അപ്പൊ നമ്മള് ഇന്നത്തെ റൊട്ടീൻ ഒന്ന് പറയാൻ പറ്റും, ഇംഗ്ലീഷിൽ പറയാം. ഞാൻ വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് പറയാം. നമുക്ക് ഇങ്ങനെ പറയാം, I got up at 7 o'clock in the morning. ഞാൻ രാവിലെ എത്ര മണിക്ക് എഴുന്നേറ്റു? 7 o'clock എഴുന്നേറ്റു. I brushed my teeth. ഞാൻ പല്ല് തേച്ചു. After that, I went to kitchen. ഞാൻ അടുക്കളയിലേക്ക് ചെന്നു. And I prepared a glass of tea. And I served tea to my children. After that, I prepared breakfast for my children. Then I took my bath. അങ്ങനെ ഒരു സിമ്പിൾ സെന്റൻസിൽ ഒന്ന് പറയാം. I get up at 7 o'clock. I got up at 7 o'clock in the morning. Very good. Got up at 7 o'clock morning. Then I drinking 1 cup of glass tea. Butter. I drank a glass of water. Very good. Then I brushed my teeth. I brushed my teeth. Then I will practice the dance. I practice dancing. Okay. Then making breakfast. Then I prepared breakfast for my children. Yes. Then go to the temple. Then come to? Go to the temple. Yes. I went to the temple. Then come to the eating breakfast. Then I ate the breakfast. After class time, 10:30. At 10:30, I joined the online class. Okay. അപ്പൊ ഇത് ഡെയിലി ഉള്ള റൊട്ടീനാണ് പറഞ്ഞത്. ഞാൻ വേറൊരു ചോദ്യം ചോദിക്കുക. I ask you another question. The question is this: how do you spend your Sundays? എങ്ങനെയാണ് നിങ്ങളുടെ ഞായറാഴ്ചകൾ നിങ്ങൾ ചെലവഴിക്കുന്നത്? അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, I wake very late in the morning. ഞാൻ വേണമെങ്കിൽ താമസിച്ചാണ് എഴുന്നേക്കുന്നത്. അങ്ങനെ ഇപ്പൊ പറഞ്ഞല്ലേ, അതൊരു ഞായറാഴ്ച എഴുതെങ്കിലൊക്കെ ചെയ്യും. എല്ലാ ഞായറാഴ്ചയും ഒരുപോലെ തന്നെ ആവണമെന്നില്ല. എന്നാലും
How do you spend your Sundays? ചോദ്യം ഇതാണ്, എങ്ങനെയാണ് നിങ്ങളുടെ ഞായറാഴ്ചകൾ നിങ്ങൾ ചെലവഴിക്കുന്നത്? I got up എന്നല്ലേ സാർ പറഞ്ഞേ? I got up. Get up. Got up in the 7 o'clock. Yes. ഞായറാഴ്ചകളും അങ്ങനെയൊക്കെ തന്നെയാണ്. I will get up at 7 o'clock in the morning. Yes. പിന്നെ then brush. അത് നമുക്ക് പറയാം. After the routine work, സ്ഥിരമായിട്ട് ചെയ്യുന്ന നമുക്ക് അറിയുന്നത് റെഡി ആവാണ്, ഫ്രഷ് അപ്പ് ആവുന്നതാണ് റൊട്ടീൻ വർക്ക്. I complete my routine work. Okay. അപ്പൊ എല്ലാവരും അത് പെട്ടു. Routine work. അപ്പൊ റൊട്ടീൻ വർക്ക് കഴിഞ്ഞപ്പോഴത്തെ 9 മണിക്ക് വിചാരിച്ചു, 9 o'clock ആയി. ഓക്കെ, ഇനി അവിടെ നോക്കിയത് പറഞ്ഞാൽ എല്ലാ സൺഡേ ഒരേ പോലെ തന്നെ ആവും. ഇല്ല, അത് നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടി പറയുന്നതാണ്. എവിടെ വരെ പഠിച്ചാണ് ശ്രുതി? ഞാന് ബികോം ആയിരുന്നു. ഞാൻ ഒരുപാട് കോർപ്പറേഷൻ ഓർ ടാക്സേഷൻ? ബികോം വിത്ത് കോർപ്പറേഷൻ. യെസ്. എന്നിട്ട് അവിടെയുള്ള സഹകരണ സംഘങ്ങളിലേക്ക് ഒന്നും പോയില്ല? ഇല്ല, അപ്പൊ കല്യാണം കഴിഞ്ഞു, കുട്ടികളൊക്കെ ആയി. യെസ്. സ്വന്തം നാട് എവിടെയാണ്? അതടിച്ചറായി, പറൂരടുത്ത്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ, കണ്ടിന്യൂ. ഞാൻ കൊറേ ആയി ഇത് കഴിഞ്ഞിട്ട്, കോഴ്സ് കഴിഞ്ഞിട്ട് കൊറേ ആയി. യെസ്. ജോലി താല്പര്യം ഉണ്ടായിരുന്നില്ല? ഇല്ല. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പൊ ഇപ്പോഴുണ്ടോ? ഇപ്പൊ ഉണ്ട്. ഇപ്പൊ പിള്ളേരൊക്കെ ഒരു ഇതായല്ലോ. അപ്പൊ യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓക്കെ. അപ്പൊ ഇപ്പൊ നമുക്ക് സഹകരണ സംഘമൊക്കെ പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അല്ലേ? ഇല്ല, ഇല്ല, ഏജ് ഓവറായി തോന്നുന്നു. യെസ്, ഓക്കെ, 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 ഓക്കെ. യെസ്. അപ്പൊ നോക്കണ്ട. അപ്പൊ നമുക്ക് പ്രൈവറ്റ് സ്ഥാപനം നോക്കാം. ഹോസ്പിറ്റൽ ഫീൽഡ് നോക്കാം. യെസ്. ഡു യു ലൈക്ക് ഹോസ്പിറ്റൽ ഫീൽഡ്? യെസ്. ഞാൻ ചോദ്യം ചോദിക്കട്ടെ. when you were a high school student, ശ്രുതി ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് what was your ambition? What you want to become? അന്ന് എന്താവണമെന്നാണ് ആഗ്രഹിച്ചത്? ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. Dancer. And you want to become a dancer? Yeah. When you were a high school student? Okay, okay, okay. Very good. So who was your role model in dancing? മനസ്സിൽ നമ്മൾ ആരാധിക്കുന്ന ഒരു ഡാൻസ് ചെയ്യുന്ന ഒരാളുണ്ടാവില്ലേ? അല്ലെങ്കിൽ മനസ്സിൽ നമ്മൾ പോലെ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടാവില്ല? അതാരാണ്? Who is your role model? Padma Subramaniam. Have you seen her dance performance? Yes. Direct കണ്ടിട്ടില്ല. Programs. Okay, 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 okay. Very good, very good. So my next question: how did you got the inspiration to become a dancer? ഡാൻസിങ് ആണ് എനിക്ക് പറ്റിയത് എന്ന് പറയുന്ന ഒരു തോന്നല് എങ്ങനെയാണ് ശ്രുതിയിലോട്ട് വന്നത്? ചെറുതിലേ കളിക്കായിരുന്നു ഞാൻ. ഇഷ്ടായിരുന്നു, എല്ലാരും പറയായിരുന്നു കളിക്കുന്നു. അപ്പൊ അത് തിരിച്ചു പറയാം നമുക്ക്. I used to dance when I was a small girl. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തുടങ്ങി ഞാൻ കളിക്കുമായിരുന്നു. Then the relatives, the friends, they also encouraged me. അവരും എന്നെ എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചു. Thus I became a dancer. Okay.
But you told me that when you were a high school student, your ambition was to become a dancer. I ask you next question. When you were a +2 student, what was your ambition? Best student? മനസ്സിലായില്ല സർ. +2 പഠിക്കുന്ന കാലഘട്ടമല്ലേ? ആ, അന്ന് എന്തായിരുന്നു ആവാനെന്ന് ആഗ്രഹം? അന്നും ഡാൻസർ തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഒരു മാറിയ ചിന്ത എപ്പോഴേക്കും വന്നിട്ടുണ്ടോ? ഇല്ല, മാറി ചിന്തിച്ചിട്ടില്ല. ചിന്തിച്ചിട്ടില്ല. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സോ ഐ ആസ്ക് യു another question. ഇതുമായി ബന്ധപ്പെട്ട എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. When you were the degree student, become degree student, what do you want to become? എന്തായി തീരാൻ ആഗ്രഹിച്ചു? അന്നും ഇത് തന്നെയാണോ, മാറിയില്ലേ എന്ന് ചോദിച്ചു. ബികോമിൽ എത്തിയപ്പോ ബാങ്കിലൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. യെസ്, ബികോമിൽ ബാങ്കിങ് ഫീൽഡിലൂടെ പോകണമെന്നുണ്ടായിരുന്നു. യെസ്, പിന്നെ നല്ലൊരു ടാക്സ് നമ്മുടെ സാഹചര്യം ശരിയായില്ല. ഓക്കെ ഓക്കെ ഓക്കെ. കഴിഞ്ഞപ്പോ കല്യാണം കഴിഞ്ഞു. Yes, but you want to become a tax practitioner. You don't want to become a tax practitioner. Yes. Okay. Where did you study your BCom? എവിടെയാണ് BCom പഠിച്ചത്? ലക്ഷ്മിയിലായിരുന്നു. ലക്ഷ്മി കോളേജ്, പറവൂർ. ലക്ഷ്മി കോളേജ്, നോർത്ത് പറവൂർ. Yes. Directed by NMBS master Davis sir and Joe sir. Am I right? Yes. Yes. Very good, very good, very good, very good. അന്ന് നിങ്ങൾക്ക് അക്കൗണ്ടൻസി പഠിപ്പിച്ചത് ആരായിരുന്നു? അക്കൗണ്ടൻസി പേര് മറന്നു. ഒരു ഉയരമുള്ള വണ്ണം കുറഞ്ഞ ആളായിരുന്നു. അത് കോസ്റ്റിംഗ് ആയിരുന്നു. കോസ്റ്റിംഗ് ആയിരുന്നു. അക്കൗണ്ടൻസി പഠിപ്പിച്ചാൽ മറക്കാൻ വഴിയിട്ടില്ല. അക്കൗണ്ടൻസി പഠിപ്പിക്കുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിപ്പിക്കുന്ന സംഗതിയല്ലേ? പക്ഷെ മറന്നു. ഞാൻ ആളെ ഓർക്കുന്നുണ്ട്, പക്ഷെ മറന്നു പേര്. ഇപ്പൊ ഈ കോസ്റ്റിംഗ് സാറിന്റെ പേര് ഞാൻ മറന്നു, ആളെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു സംഗതിയുണ്ട്. പണ്ട് ഞാനൊരു കോളേജിൽ, പ്രൈവറ്റ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ അപ്പുറത്ത് അക്കൗണ്ടൻസി ക്ലാസ് നടക്കുന്നു. അപ്പൊ ഒരു പയ്യൻ ഇങ്ങനെ അതിന്റെ ലയബിലിറ്റി അസറ്റ്സ് വായിക്കൂലേ? അപ്പൊ ആ പയ്യൻ വായിച്ച വാക്ക് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. സുന്ദരി എക്സ്പെൻസസ് എന്ന് വായിച്ചു. അപ്പൊ സുന്ദരി എക്സ്പെൻസസ് വായിച്ചു കഴിഞ്ഞപ്പോട്ട് സാറി സുന്ദരി എക്സ്പെൻസസ് അതെന്താണ്, എവിടെ നോക്കട്ടെ, സൺഡ്രി എക്സ്പെൻസസ് അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ഒരു ഓർമ്മ എനിക്ക് പഴയതുണ്ട്. സാർ അങ്ങനെ പെട്ടെന്ന് പറയും, നമ്മൾ എഴുതുമ്പോ ഇങ്ങനെ എഴുതരുതിട്ടാന്ന് പറയും. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. When you studied 10 years high school study, 2 years +2 and 3 years degree, I ask you a question. What was your favorite subject? Favorite subject? മലയാളം. തന്ത്രപരമായ നീക്കമാണ് കൂടുതലായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. സോ why did you like Malayalam? So why don't you take BA Malayalam? You told that you like Malayalam, but you took BCom. Why don't you take BA Malayalam? മലയാളമാണ് ഇഷ്ടമെങ്കിൽ BA മലയാളം എടുക്കാമായിരുന്നില്ലേ? ഇപ്പൊ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, BA മലയാളം എടുക്കാതെയായിരുന്നു. അച്ഛൻ അങ്ങനെ പറഞ്ഞു BCom എടുത്തോ. അപ്പൊ നമ്മുടെ ഇഷ്ടങ്ങളല്ല അല്ലേ?
ഇല്ല. നേരത്തെ സാഹചര്യം അതായത് നേരത്തെ പറഞ്ഞ പോലെ സാഹചര്യം അതായി പോയി എന്ന് പറഞ്ഞ പോലെ ആ സാഹചര്യത്തിൽ BA മലയാളം എനിക്ക് തോന്നുന്നു ലക്ഷ്മി കോളേജിൽ ഇല്ലാന്ന് തോന്നുന്നു. ബികോം ഇല്ല 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 ബികോം അവർക്കുണ്ട്. യെസ്. ഇപ്പൊ ലക്ഷ്മി കോളേജിലെ കുട്ടികളൊന്നും ഇല്ലട്ടാ. ഇല്ല അല്ല, എനിക്ക് അറിയില്ല ഇപ്പൊ ഉണ്ടോന്നൊന്നും അറിയില്ല. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിന് തൊട്ടരികത്തുള്ള കാനറ ബാങ്കിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ലക്ഷ്മി കോളേജിൽ കുറെ നേരം ഇങ്ങനെ നോക്കി നിന്നു. ഒരു കാലഘട്ടത്ത് ലക്ഷ്മി കോളേജ് കഴിഞ്ഞിട്ട് അമ്മൻകോവിൽ അമ്പലത്തിന്റെ ഫ്രണ്ടിലേക്ക് കുട്ടികളെ ഇങ്ങനെ ഇഷ്ടംപോലെ പോയിക്കൊണ്ടിരുന്നതായിരുന്നു. ഇപ്പൊ അങ്ങനെ എടുക്കുകയാണ്. യെസ്. ഓക്കെ ഓക്കെ. ഇപ്പൊ അങ്ങനെ ഒരു സ്ഥാപനം ഇല്ല അവിടെ? സ്ഥാപനമുണ്ട്. പിന്നെ ഈ MBBS എൻട്രൻസ് അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഇല്ലേ, അതിന്റെ ക്ലാസ്സുകളും അതിന്റെ റിപ്പീറ്റഡ് ബാച്ചുകളും അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് അവിടെ ബോർഡ് ഇപ്പൊ കാണുന്നത്. വേറെ ആരെയും അങ്ങനെ കാണാറില്ല. ഇല്ല, ആരായിട്ടും കോണ്ടാക്ട് ഇല്ല. ഇല്ല ഇല്ല ഇല്ല. ഞാൻ അതിന്റെ മുന്നോട്ട് ഇടയ്ക്കൂടെ പോവാറുണ്ട്. ഞാൻ പോയാലും അങ്ങോട്ടേക്ക് പോവാറില്ല, പറവൂർക്ക് അങ്ങനെ പോവാറില്ല. ഇല്ല, ഇപ്പൊ അങ്ങനെ അവരാരെയും കാണാറില്ല. PS മാഷോ അല്ലെങ്കിൽ ജോസാറോ മറ്റേ വേറൊരു ദേവി സാറിനായിരുന്നില്ലേ, 3 പേരെ ഇപ്പൊ അവിടെ അങ്ങനെ കാണാറില്ല. പിന്നെ PS മാഷിന്റെ ഇടയ്ക്ക് കാണുന്നത് TV മാത്രമാണ്. ഓരോ വിഷയങ്ങൾ പറയുന്നത്. When I was a student in Maliyangram, SNM കോളേജ് മലിയങ്കര, ഞാൻ SNM കോളേജ് മലിയങ്കര പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പഠിക്കുന്ന സമയത്ത് അന്ന് ലക്ഷ്മി കോളേജ് ഉണ്ടായിരുന്ന പറവൂരല്ല, മൂത്തുകുന്നത്ത് മാത്രമുണ്ടായിരുന്നു. മൂത്തുകുന്നത്ത് മലിയങ്കരക്ക് പോകുമ്പോ കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വീടിന്റെ മുകളിലത്തെ നിലയിലായിരുന്നു അന്ന് ലക്ഷ്മി കോളേജ്. പിന്നെ അവർക്ക് ഒരു പ്രശസ്തി കിട്ടിയത് അവരുടെ അടുത്ത് പഠിച്ചിരുന്ന ഒരു കുട്ടിക്ക് അന്ന് ഫസ്റ്റ് റാങ്ക് കിട്ടി. ഷീ ഗോട്ട് ഫസ്റ്റ് റാങ്ക് ഇൻ പ്രീ ഡിഗ്രി. അത് അവിടെ പഠിച്ചിരുന്ന കുട്ടിയാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ പേരും പ്രശസ്തിയും വളരെയായിട്ട് ഉയർന്നത്. ഓക്കെ, അതൊക്കെ പഴയകാല ചരിത്രം. യെസ്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയും സബ്ജക്റ്റ് ഒക്കെ പഠിച്ചിട്ടും ഓക്കെ. മലയാളം പഠിപ്പിച്ചത് ആരാണ്? ഹു ടോട്ട് യു മലയാളം ഇൻ ലക്ഷ്മി കോളേജ്? മലയാളം ഞാൻ മലയാളമായിരുന്നില്ല, സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നുണ്ട്. ഞാൻ സംസ്കൃതമാണ് പഠിച്ചിട്ടുള്ളത് +2 വരെ. Second language Hindi. Okay. But you told that you like Malayalam subjects. I will ask you another question. 10th class വരെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരായിരുന്നു? 1 മുതൽ 10 വരെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചർമാരുടെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട ടീച്ചർ ആരായിരുന്നു അല്ലെങ്കിൽ സാറായിരുന്നു? Who was your favorite teacher? അങ്ങനെ ആൾ വന്നിട്ടില്ല. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. When you teach your children, സുധിയുടെ മക്കളെ തന്നെ പഠിപ്പിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ പണ്ട് പഠിപ്പിച്ച ഏതെങ്കിലും ഒരു ടീച്ചറിനെ അല്ലെങ്കിൽ ആ ടീച്ചറിന്റെ സ്റ്റൈലിനെ അനുകരിക്കുന്നുണ്ടോ? ഉണ്ടായിരിക്കും, നമുക്കറിയില്ലല്ലോ. എന്നാലും ബോധപൂർവ്വം പരിഹരിക്കുന്നുണ്ടെങ്കിൽ അത് ആരെയാണ്? കെമിസ്ട്രി ടീച്ചർ ആയിരിക്കും തോന്നുന്നു. ആരും ടീച്ചർ, കെമിസ്ട്രി ടീച്ചർ ആയിരിക്കും. Who was the chemistry teacher? Annie teacher. Do you like Annie teacher very much? ഇഷ്ടായിരുന്നു. അവരുടെ പഠിപ്പിക്കുന്ന സ്റ്റൈലൊക്കെ ഇഷ്ടായിരുന്നു. ടീച്ചറോട് ഇഷ്ടമുണ്ടായില്ല? ഇഷ്ടമുണ്ടായിരുന്നു. ഞാൻ അത് ചോദിച്ചത് അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ ഇതേ ചോദ്യം പല കുട്ടികളോട് ചോദിച്ചപ്പോ അവര് ചാടിക്കരി പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾക്ക് ടീച്ചർ. ഹൃദയബന്ധമുള്ള ടീച്ചർമാരുണ്ടാവില്ല, നമുക്ക് വളരെ ഹൃദയത്തിൽ നമ്മൾ സ്ഥാനം കൊടുത്തിട്ടുള്ള ടീച്ചർമാരുണ്ടാവില്ലേ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്? ടീച്ചർ അതാണ്. ഹു വാസ് യുവർ ഫേവറേറ്റ് ടീച്ചർ? ഞാൻ അങ്ങനെ ടീച്ചർമാരോടൊന്നും വലിയ അടുപ്പം ഉണ്ടായിരുന്നില്ല, അധികം സംസാരിക്കാറില്ല ടൈപ്പായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അല്ല,
യെസ്, ഇപ്പോഴാണ് ഞാൻ വിസിബിൾ ആയത് അല്ലേ? ഇപ്പോഴും സംസാരിക്കൽ കുറവാണ്, മറിഞ്ഞിരിക്കും. നന്നായിട്ട് സംസാരിക്കുന്നു. ഇപ്പൊ ഞാൻ നോക്കിയപ്പോ ആരുമില്ല, സാറ് മാത്രം. പെട്ടുപോയതാ അല്ലേ? അങ്ങനെ വിചാരിക്കണ്ട. ഇതേ നല്ലതാണ്. കാരണം ഒരാളിങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, അപ്പൊ നമ്മുടെ ആ വൊക്കാബുലറി ഒക്കെ ഒന്ന് പൊടി തട്ടിയൊക്കെ എടുത്തത് റെഡിയാക്കാൻ പറ്റും. കുട്ടികളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ അതൊക്കെ ഉപകാരത്തിൽ കൊള്ളുകയും ചെയ്യും. ഡോണ്ട് വറി, അത് പഠിക്കണം. യെസ്, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സ്ഥലമില്ലേ. അപ്പോ ഒരു ഫേവറേറ്റ് ടീച്ചർ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു പറഞ്ഞതാണ്, ഞാൻ അങ്ങനെ വലിയ പഠിപ്പിയൊന്നും ആയിരുന്നില്ല സാറേ എന്നാണ് പറയാൻ പോണത്. അതുകൊണ്ട് ടീച്ചർമാരായിട്ടുള്ള ടച്ച് അല്പം കുറവായിരുന്നു എന്ന് പറയാൻ പറ്റും. യെസ്, മൈ ക്വസ്റ്റ്യൻ ഈസ് ദിസ്. Did you like mathematics? Do you like mathematics? കണക്ക് ഇഷ്ടമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ? കണക്കൊട്ടും ഇഷ്ടമില്ലായിരുന്നു. ഇവിടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ അറിയില്ല. മക്കളിപ്പോ കണക്ക് പഠിപ്പിക്കുന്നത് സുധി തന്നെയാണ്? അല്ല, ട്യൂഷനിൽ പോകുന്നുണ്ട് അവര്. പിന്നെ ജസ്റ്റ് ചെറുതായിട്ട് മാത്രമേ ഞാൻ നോക്കുള്ളൂ. ചെറിയ ആളെന്നാലും അത്യാവശ്യം മാനേജ് ചെയ്യും. സെവൻത് സ്റ്റാൻഡേർഡ് അല്ലേ? സിക്സ്ത്. Oh, very simple. Yes. Okay, very good. അപ്പൊ സിക്സ്ത് സ്റ്റാൻഡേർഡിലാണ് കുട്ടി പഠിക്കുന്നത്. ഓക്കെ, now I ask you, ഈ മാത്തമാറ്റിക്സ് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഇഷ്ടമാണ് എന്ന് പറയുന്ന കുട്ടികൾ അവര് വളരെ ബുദ്ധിയുള്ള കുട്ടികളാണ്. നമ്മൾ മാർക്ക് നോക്കണ്ട, ഇന്റലിജന്റ് ആയിരിക്കും. Those who are intelligent, they will like mathematics. അവര് മാത്സ് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോ സുധി ഇന്റലിജന്റ് അല്ല എന്നല്ല ഞാൻ പറഞ്ഞേ, എല്ലാത്തിനും എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൽപ്പെട്ടൊരു എക്സെപ്ഷൻ ആയിട്ട് സുധി നമുക്ക് കണക്കാക്കാം. ഓക്കെ, അപ്പോ you told that you have no interest for mathematics, but you liked Malayalam subject. As you are a Sanskrit student, you took Hindi as your second language. Okay, very good. So when you were a degree student, who taught you English? English പഠിപ്പിച്ചത്? ഇംഗ്ലീഷ് പഠിപ്പിച്ചത് ആരാണോ? Who was your English teacher? ഡിഗ്രിക്കല്ലേ? ജോൺസൺ മാഷായിരുന്നു. ജോൺസൺ മാഷ് ഇംഗ്ലീഷ്. ഓക്കെ. പിയേഴ്സൺ മാഷ് എടുക്കുന്നില്ല? പിയേഴ്സൺ മാഷ് എടുത്തിട്ടില്ല. ഫ്രീ ടൈം ഒക്കെ കയറി വരാറുണ്ട്. Very good. Yes. So after degree, did you want to continue your studies, MCom or CA? കല്യാണം Yes. After degree, there was marriage. Okay. So you have no chance to think about MCom or CA. Am I right? Yes. ഇപ്പൊ ഇരിക്കുമ്പോ എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ MCom CA കൂടി പഠിക്കാമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. പിന്നെ ഒരു നാലേക്കുമ്പോ നമുക്ക് ഇതാ വിധിച്ചിട്ടുള്ളോന്ന് തോന്നും. അത് നമ്മുടെ ഫേറ്റിന് കീഴടങ്ങണല്ലേ? യെസ്. ഓക്കെ. വെരി ഗുഡ്. യെസ്, നോ പ്രോബ്ലം. ഞാനൊരു 5 ഭാഷകൾ പറയാം. ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ ആഫ്റ്റർ ദാറ്റ് ഫൈനലി. കേട്ടിട്ടുണ്ടോ? ഫസ്റ്റ്, നെക്സ്റ്റ്, then after that finally. Okay, അപ്പോൾ 5 വാക്ക് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ്, നെക്സ്റ്റ്, then after that finally. ശ്രദ്ധ ചെയ്യേണ്ടത് ഒരു 5 സെന്റൻസ് എന്നോട് പറയണം. അപ്പൊ വിചാരിക്കുന്നുണ്ടോ പെട്ടുപോയല്ലോ ദൈവമേ എന്ന് വിചാരിക്കേണ്ടത് രസകരമായിട്ട് നമുക്ക് ചെയ്യും.
ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ ആഫ്റ്റർ ദാറ്റ് ഫൈനലി. അപ്പൊ ശ്രുതി ആദ്യം പറയുന്ന സെന്റൻസിന്റെ ഫസ്റ്റ് വേർഡ് ഫസ്റ്റ് നൽകണം. രണ്ടാമത് പറയുന്ന സെന്റൻസിന്റെ ഫസ്റ്റ് വേർഡ് നെക്സ്റ്റ് നൽകണം. മൂന്നാമത് പറയുന്നതിന്റെ ഫസ്റ്റ് വേർഡ് ആഫ്റ്റർ ദാറ്റ്. നാലാമത് പറയുന്നത് സാറിന്റെ റെക്കോർഡ് ക്ലാസ് കണ്ടിരുന്നു തോന്നുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു റെക്കോർഡ് ക്ലാസ്. യെസ്, അതിന്റെ അത് കേട്ടതാണ്. കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ പിന്നെ അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോ ഇത് എടുത്തിടാൻ കാരണം രണ്ടാമത്തെ ക്ലാസ്സിലാണ് ശ്രുതി കയറി ചെയ്തതെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം എടുത്തിട്ടതാണ്. യെസ്, ഓക്കെ. അപ്പൊ പറഞ്ഞോളൂ. ഇപ്പൊ ശ്രുതി നമുക്ക് വേണമെങ്കിൽ രസകരമായിട്ട് പറയാം. ഇപ്പൊ നമുക്ക് പറയാം, ഇപ്പോ ഞാൻ രാവിലെ എഴുന്നേറ്റു, ഞാൻ രാവിലെ പല്ല് തേച്ചു, ഞാൻ രാവിലെ കുളിച്ചു, ഞാൻ രാവിലെ ചായ കുടിച്ചു. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരു ഭംഗിക്കേടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം, ഫസ്റ്റ് ഐ ഗോട്ട് അപ്പ് at 7 o'clock in the morning. രാവിലെ ഞാൻ എഴുന്നേറ്റു. നെക്സ്റ്റ് ഐ ബ്രഷ്ഡ് മൈ ടീത്ത്. രണ്ടാമത്തെ വാചകത്തിൽ നെക്സ്റ്റ് ഒന്നില്ലേ? എന്താ ഭാഷ പറഞ്ഞ? ആദ്യം എന്താ പറഞ്ഞ? ഫസ്റ്റ് ഐ ഗോട്ട് അപ്പ് at 7 o'clock in the morning. അതെ. ഓക്കെ. രണ്ടാമത് നമുക്ക് പറയാം, നെക്സ്റ്റ് ഐ ബ്രഷ്ഡ് മൈ ടീത്ത്. ഞാൻ പല്ല് തേച്ചു. ഐ ബ്രഷ്ഡ് മൈ ടീത്ത്. ഓക്കെ. ദെൻ അല്ല, ആഫ്റ്റർ ദാറ്റ് അല്ലേ പിന്നെ മൂന്നാമത് പറഞ്ഞേക്കണേ? അല്ല, ദെൻ ഐ വെന്റ് ടു കിച്ചൺ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? അടുക്കളയിലേക്ക് പോയി. ആഫ്റ്റർ ദാറ്റ് ഐ പ്രിപ്പയർഡ് ടീ. ഞാൻ എന്ത് ചെയ്തു? ടീ പ്രിപ്പയർ ചെയ്തു. ഫൈനലി ഐ ഡ്രാങ്ക് എ കപ്പ് ഓഫ് ടീ. ഒടുവിൽ ഞാനൊരു കപ്പ് ചായ കുടിച്ചു. മതി, അത്രയും മതി. ഇത് രാവിലെ നടന്ന സംഭവം. യെസ്, ഇത് നമുക്ക് വേണമെങ്കിൽ വേറെ കാര്യം പറയാം. ഫസ്റ്റ് ഐ വെന്റ് ടു ദ PTA മീറ്റിംഗ്. ഞാൻ ആദ്യം PTA മീറ്റിംഗിനെ കുറിച്ച് ചെയ്തിരുന്നു. നെക്സ്റ്റ് ഐ മെറ്റ് ദ HM. ഞാൻ എന്ത് ചെയ്തു? പിന്നെ പോയി HM-നെ കണ്ടു. After that, I met my son's class teacher. ഞാൻ എന്ത് ചെയ്തു? എന്റെ മകന്റെ ക്ലാസ് ടീച്ചറെ കണ്ടു. Then we discussed about my child. എന്റെ മകനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. Finally, I returned home. ഞാൻ എന്ത് ചെയ്തു? വീട്ടിലേക്ക് വന്നു. യെസ്, അങ്ങനെ പറയാം. അതല്ലെങ്കിൽ വേറെ പറയാം. First, I went to Lakshmi College. Next, I joined there as a BCom student. Then, I went to the classroom. After that, John Somash came to teach us English. Finally, I returned home at 3 o'clock. First, next, then after that, finally. ഇഷ്ടമുള്ള ഇൻസിഡന്റ് ശ്രുതിക്ക് എടുക്കാം. ശ്രുതിയുടെ ജീവിതത്തിൽ സിമ്പിൾ ആയിട്ട് ഈ ടെക്നിക്ക് മൂത്ത മകനോട് കൂടി ഇത് പറയാം. ഇത് പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ. ആഫ്റ്റർ ദാറ്റ് ഫൈനലി വെച്ചിട്ട് 5 വാചകം പറയാ. ഓരോ വാചകത്തിന്റെയും ഫസ്റ്റ് വേർഡ് ഇതായിരിക്കണമെന്ന് പറയാ. എന്നിട്ട് അവൻ പറയട്ടെ. പറഞ്ഞിട്ട് ഫിനിഷായി പറയാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം സഹായിച്ചാൽ മതി, അല്ലെങ്കിൽ സഹായിക്കില്ല. അവരുടെ വിട്ടുകൊടുക്കണം. ഓക്കെ, പറഞ്ഞോളൂ. ഇനി ഞാൻ പറയുന്നു. പിന്നല്ലാതെ ഫസ്റ്റ് ഐ ഗോട്ട് അപ്പ് 7 o'clock. അത് വിട്, ഞങ്ങൾ അത് നമ്മൾ പറഞ്ഞതല്ലേ എത്ര പ്രാവശ്യം. പിടി ഏതെങ്കിലും ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയതോ മാരേജ് ഫംഗ്ഷന് പോയതോ അതൊക്കെ പിടിക്കും. First, I going to the marriage function. Yes, first I went to a marriage function. Went to marriage function. Next, next,
I will meet to the relatives. അല്ലേ? I met the relatives. Next, I met the relatives there. അവിടെ ഉണ്ടായിരുന്ന റിലേറ്റീവ്സിനെ കണ്ടു. ശരിയായി. പിന്നെ then അവരോട് സംസാരിച്ചു എങ്ങനെ പറയാ? Then I talked. TILKED. I talked. Then I talked with them. Talked with them. Okay. അവരോട് സംസാരിച്ചു. ഇനി എന്ത് ചെയ്തു? After that, അവരുമൊത്ത് ഭക്ഷണം കഴിച്ചു എങ്ങനെ പറയും? അപ്പൊ വിഭവസമൃദ്ധമായ ഊണല്ല, അപ്പൊ നമുക്ക് ഡിന്നർ എന്ന് പറയും. Yes. After that, I enjoyed the dinner. After that, I enjoyed the dinner. Finally, ഞാൻ വീട്ടിലോട്ട് മടങ്ങി വന്നു. I returned to the home. I returned to home. ഞാൻ വീട്ടിലേക്ക് പോയി. ഇപ്പൊ പിടികിട്ടിയല്ലോ. ഇനി ഇപ്പൊ തപ്പിത്തറഞ്ഞാൽ പറഞ്ഞത്. ഇനി കറക്റ്റ് ആയിട്ട് പറഞ്ഞു പറഞ്ഞതിന് ഭംഗിയായിട്ട്. First, I go to the marriage function. Yes. Next, I meet to the relatives. Then, I talk to them. After that, I dinner കഴിച്ചു. Enjoyed. Enjoy the dinner. Lunch. Okay. After that, I enjoy the lunch. Finally, I go to the home. ഇവിടെ നമുക്ക് ഫസ്റ്റ് സെന്റൻസ് ശ്രുതി പറഞ്ഞത് ഫസ്റ്റ് ഐ വെന്റ് ടു ദ മാരേജ് ഫംഗ്ഷൻ. ഞാൻ ആ മാരേജ് ഫംഗ്ഷനിലുള്ളത് മാറ്റില്ല. ഫസ്റ്റ് സെന്റൻസ് ഞാൻ പറയുന്നത്, ബാക്കിയുള്ള നാലെണ്ണം ശ്രുതി പറയേണ്ടത്. ഫസ്റ്റ് ഐ വെന്റ് ടു എ സൂപ്പർ മാർക്കറ്റ്. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ ചെന്നു. ഓക്കെ, ഇനി പറയും. First, I went to supermarket. സൂപ്പർമാർക്കറ്റിനകത്ത് ഇനി next, I searching the I selected ചെയ്തു. എന്ത് സെലക്ട് ചെയ്തു? some items, cosmetic items, some items, provisions, അരിസാധനങ്ങളൊക്കെ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് കഴിഞ്ഞു. ഇനി then select ചെയ്തു. ഇനി then ബില്ലിംഗ് സെക്ഷനിലേക്ക് വന്നു. ഞാൻ വന്നു. I came. എവിടെ വന്നു? I came to the billing section. ബില്ലിംഗ് സെക്ഷനിലെത്തി. യെസ്. ഇനി ഞാൻ എന്ത് ചെയ്തു? പൈസ കൊടുത്തു. After that, I give the കൊടുത്തു എന്നല്ലേ? paid പൈസ paid. After that, I paid the money. ഇനി തിരിച്ചു പോന്നു. Finally, I went to വേണ്ട മടങ്ങി വേണം. റിട്ടേൺ. Finally, return to home. The home. Yes. അതല്ലെങ്കിൽ നമുക്ക് പറയും ഫൈനലി I called a taxi and returned home. കേട്ടോ, ഞാൻ ടാക്സി വിളിച്ചു and returned home. ഞാൻ വീട്ടിലേക്ക് മടങ്ങി പോകും. യെസ്, സിമ്പിൾ അല്ലേ? യെസ്, വെരി 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 സിമ്പിൾ. യെസ്. ഇത് നമുക്ക് ഇനിയിപ്പോ വേണമെന്നുണ്ടെങ്കിൽ ഒരു രാവിലെ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കിയാണ് ശ്രുതി എന്ന് വിചാരിക്കും. അപ്പൊ പറയാം, ഫസ്റ്റ് ഐ പുട്ട് 2 glasses of water on stove. Next, I put some tea powder.
Then I mixed some milk. After that, I pour. ഒരു കപ്പിന് വേറെ കപ്പിലോട്ട് ഒഴിക്കുക. I pour the tea. Finally, the tea is ready. Yes. അത് വേണമെങ്കിൽ ഒരു ഓംലെറ്റ് ഉണ്ടാക്കണം പറയാം. First, I took 2 eggs. Next, I cut the onion. Then I put some oil on the pan. After that, I mixed egg with the onion and ginger and chili. Finally, the omelette is ready. Ready. പറയാനായിട്ട് എളുപ്പമാണ് സാറേ, പറയട്ടെ അല്ലേ? അതെ പറയാൻ പറ്റണ്ടേ അല്ലേ? പറയുമ്പോ എനിക്ക് മനസ്സിലാവണൊക്കെ ഉണ്ട്, എനിക്ക് അങ്ങനെ പറയാൻ പറ്റണില്ല അല്ലേ? അതന്നെ. യെസ്. പക്ഷേ വേറെ ഒരു ബാച്ചിലെ കുട്ടി വളരെ ആത്മാർത്ഥതയോടുകൂടി ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അത് മറ്റു കുട്ടികളും കേട്ടോ. അപ്പൊ അത് പറഞ്ഞു, സാർ എന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റണില്ല. പക്ഷെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അത് എന്നോട് പറയുന്ന ഇംഗ്ലീഷിലാണ്, എല്ലാം പറഞ്ഞ ഇംഗ്ലീഷിലാണ്. എന്നിട്ട് പറയും എനിക്ക് ഇതായില്ല സാർ എന്ന് പറയും, ഐ ഹാവ് നോ കോൺഫിഡൻസ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ എന്നോട് സംസാരിക്കുന്നത് നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്, ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്ക് അത് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ, നുണ പറയുന്നതല്ലേ എന്ന് വെച്ചു. അപ്പൊ ആ കുട്ടി പറഞ്ഞു, സാറിനോട് എനിക്ക് എന്ത് പൊട്ടത്തിനെ വിളിച്ചു പറയാൻ ഭയങ്കര ധൈര്യമുണ്ട്, എന്തുകൊണ്ടും ഭയങ്കര ധൈര്യമുണ്ട്. പക്ഷെ വേറൊരാളുടെ വരുമ്പോ എനിക്ക് ആ ധൈര്യം കിട്ടുന്നില്ല. വേറൊരാൾ വരുമ്പോ എനിക്ക് അത്ര ധൈര്യം കിട്ടുന്നില്ല. ഇവിടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്തുകൊണ്ടും പറയാൻ പറ്റുന്ന ധൈര്യം. അപ്പൊ ആ ഒരു ധൈര്യത്തില് സുധി, ഞാനിപ്പോ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി, ചായ ഉണ്ടാക്കി, വേറൊരു ഐറ്റം ഉണ്ടാക്കി. ഇത് വേണം ബിരിയാണി അല്ലേ ഇഷ്ടമെന്ന് പറഞ്ഞേ. അപ്പൊ ബിരിയാണി ഉണ്ടാക്കും. ബിരിയാണി റൈസ് എന്ന് പറയാം. കുക്കറിലിട്ടിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇനി അതല്ല, ബിരിയാണിക്ക് പറ്റിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്ടമുള്ള വേറെ സാധനം ഉണ്ടാക്കിയോ? സിമ്പിൾ അല്ലേ നമുക്ക് പറയാനായിട്ട്. ഫൈനലി ലൈറ്റ് ബീസ് റെഡി എന്ന് നമുക്ക് പറയാം. പറഞ്ഞു നോക്ക്, ശ്രമിച്ചു നോക്ക്, തെറ്റട്ടെ, നമുക്ക് റെഡിയാക്കാം. അല്ലെങ്കിൽ ബിരിയാണി മാറ്റിക്കോ ശ്രുതി, വേറെ പല ഐറ്റംസ് പിടിച്ചോ, വേറെ ഐറ്റംസ് പിടിച്ചോ. ദോശ ഉണ്ടാക്കാം. ഫസ്റ്റ് ദോശ ഉണ്ടാക്കാം. ആദ്യം ദോശ ഉണ്ടാക്കാൻ തീരുമാനിച്ചു, അത് പറ. ആദ്യം ദോശ ഉണ്ടാക്കാൻ തീരുമാനിച്ചു, ഉണ്ടാക്കിയിട്ടില്ല, ഫസ്റ്റ് വേണ്ട, അത് വേറെ രീതി പറയാം. ആദ്യം കുട്ടികളോട് ചോദിക്കേ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് വേണമെന്ന് ചോദിച്ചു. ആദ്യം കുട്ടികളോട് ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് വേണമെന്ന് ചോദിച്ചു. അപ്പൊ അവര് ദോശ വേണമെന്ന് പറഞ്ഞു. അവർക്ക് കൊടുക്കാം. അപ്പൊ 2 സെന്റൻസ് അവിടെ കൊടുക്കാം. ഫസ്റ്റ് ഐ ടോക്ക് ടു മൈ സൺ, അല്ലേ? അങ്ങനെയാണോ ചോദിക്കുക? ഐ ആസ്ക്ഡ് മൈ ചിൽഡ്രൻ, എന്റെ മക്കളോട് ഞാൻ ചോദിച്ചു. ഫസ്റ്റ് ഐ ആസ്ക്ഡ്, ASKD. ഫസ്റ്റ് ഐ ആസ്ക്ഡ്. First, I asked my children what they want for breakfast. Breakfast എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. Okay. Next.
ഞാൻ ദോശ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. നെക്സ്റ്റ് I decided to make dosa. ദോശ എന്ന് പറയുന്നത് ദോശ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഓക്കെ ദോശ പോരാ. അവിടെ നിൽക്കട്ടെ. അപ്പേ ഞാൻ വേറൊരു കാര്യം പറയാം ശ്രുതി. നമ്മളിപ്പോ ഏകദേശം 50 മിനിറ്റ് ആയി ഇംഗ്ലീഷ് സംസാരിക്കും. 50 മിനിറ്റ് ക്ലിയർ ആയില്ല. 50 മിനിറ്റ് നമ്മൾ തമ്മിൽ ഇംഗ്ലീഷ് സംസാരിച്ചു. അപ്പൊ അത് കോൺഫിഡൻസ് അല്ലേ? ഓക്കെ. 2 ദിവസം കൂടി കിട്ടുവാണെങ്കിൽ ഓക്കെ ആവും തോന്നുന്നു. 2 ദിവസം കൂടി പറഞ്ഞാൽ ഇപ്പൊ വന്ന് പെട്ടുപോയതാണ്. ഇത് ഞാൻ പെടാണ്ട് നോക്കി രസമായിട്ട് എടുക്കാം. അത്രയുള്ളൂ. അപ്പൊ 50 മിനിറ്റ് സംസാരിച്ചപ്പോ ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട് ഇതിനൊക്കെ മലയാളം വന്നിട്ടുണ്ട് കുറച്ച്. എല്ലാവരും പോട്ടെ, അത് നമുക്ക് പറയാൻ പറ്റിയില്ലേ? അത് അപ്പൊ അതൊരു വലിയ നല്ലൊരു കാര്യം തന്നെയാണ്. വേറെ കാര്യം പറയാം. ഇപ്പൊ നമുക്കൊരു ജോലി വേണമെന്നൊരു ആഗ്രഹമുണ്ട്. നമ്മളൊരു പരസ്യം കണ്ടു, അതനുസരിച്ച് നമ്മളൊരു അപേക്ഷ കൊടുത്തു. അപ്പൊ നമ്മളൊരു ഇന്റർവ്യൂവിന് വേണ്ടി അവിടെ വിളിച്ചു. അപ്പൊ നമ്മൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി ചെല്ലുകയാണ്. നമ്മൾ അവിടെ ചെന്നു, നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവരൊക്കെ വായിച്ചൊക്കെ നോക്കി. എന്നിട്ട് ചോദിക്കും, യുവർ നെയിം ഈസ് സ്മൃതി. നിങ്ങളുടെ പേര് സ്മൃതി എന്നാണ് അല്ലേ? സ്മൃതി, please give an introduction about yourself. സ്മൃതിയെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ മതി. അങ്ങനെ ചോദ്യം സ്മൃതിയോട് ചോദിച്ചാൽ പേര് പറയും. മൈ നെയിം ഈസ് ശ്രുതി. ഓക്കെ. പിന്നെ എന്ത് പറയും? എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയും. ഓക്കെ. എവിടെ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. മലപ്പാട് തൃശ്ശൂർ ഡിസ്ട്രിക്ട്. ഓക്കെ. ഇനി പറ, ഏതൊക്കെ പരീക്ഷകൾ പാസ്സായിട്ടുണ്ടെന്ന് പറയും. ബികോം. അതെങ്ങനെ പറയാ? I passed ബികോം വിത്ത് കോർപ്പറേഷൻ അങ്ങനെ പറയാം. അല്ലെങ്കിൽ I am a graduate with ബികോം ഡിഗ്രി അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പറയാം. ഇഷ്ടം പോലെ പറയാം. I passed ബികോം വിത്ത് കോർപ്പറേഷൻ. ഗ്രാജുവേഷൻ അങ്ങനെ പറയാം അല്ലേ? കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ചെറിയ പ്രശ്നം എന്ത് വരുന്നത്, പാസ്സായിട്ടില്ല എന്നൊരു അർത്ഥം കിട്ടും. പാസ്സായിട്ടുണ്ടെങ്കിൽ പാസ് എന്ന് പറയണം, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് എന്ന് പറയണം. ഓക്കെ. അപ്പൊ നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു. യെസ്. ഇനി ഈ ബികോം കൂടാതെ വേറെ വല്ല പരീക്ഷകളോ എന്തെങ്കിലും ശ്രുതി പാസ്സായിട്ടുണ്ടോ? ചിലപ്പോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ടാലി അങ്ങനെ എന്തെങ്കിലും പാസ്സായിട്ടുള്ള അതിനെ കുറിച്ച് പറയാം. അഡീഷണൽ ക്വാളിഫിക്കേഷൻ അത് പറയണം അല്ലേ? അത് പറയണം. In addition to my ഡിഗ്രി കൂടാതെ I passed കമ്പ്യൂട്ടർ ഡിപ്ലോമ അല്ലെങ്കിൽ PGDCA അങ്ങനെയുള്ള സംഗതികൾ എന്തെങ്കിലും അതൊക്കെ പറയാം. യെസ്. വീണ്ടും പറയാവുന്ന സംഗതികള് ശ്രുതി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റിമാർക്കബിൾ ആയിട്ടുള്ള എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ ഡാഷ് പെർഫോമൻസ് സ്റ്റേറ്റ് ലെവലിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയാം. നിങ്ങളെ കുറിച്ച് എനിക്ക് അറിയില്ലല്ലോ, ഞാനാണ് ഇന്റർവ്യൂ ചെയ്യണല്ലോ, എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾ പറയും പിന്നെ അപ്പൊ എന്റെ സ്ഥാപനത്തിൽ ഒരു പക്ഷേ ഇതിങ്ങനെ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ എനിക്കറിയാം ഇന്നൊരാൾ ഇതിനകത്ത് എക്സ്പെർട്ടാന്ന് എനിക്കറിയാലോ. യെസ്. അപ്പൊ അതുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയും. യെസ്. ഇനി ശ്രുതിയുടെ ഹോബി എന്താണോ അതിനെ കുറിച്ച് പറയണം. ഓക്കെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത് മനസ്സിൽ വെച്ചോ. ഇത് മനസ്സിൽ വെച്ചിട്ട് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എഴുതി തയ്യാറാക്കാം. എഴുതി തയ്യാറാക്കി അതൊന്ന് പഠിച്ചു വെച്ചിട്ട് എന്തെങ്കിലും ഒരു ദിവസം, ഒരു കാലക്കേട് ദിവസം വീണ്ടും നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരുമിച്ച് ഇരുന്നാൽ അന്ന് പറയാൻ റെഡിയാക്കിയിരുന്നു. ഓക്കെ. ഓക്കെ സർ. താങ്ക് യു. വെൽക്കം. See you.